ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ് ബ്രെഡ് പോക്കറ്റ് ഷവർമ. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് അറിയുന്നുണ്ടാകും, എന്നാലും പലരും പറയാറുണ്ട് ഇത് റെഡിയാക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല അടിപൊളിയായിട്ട് എങ്ങനെയായി ബ്രെഡ് പോക്കറ്റ് ഷവർമ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഈ ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡിയാക്കണമെങ്കിൽ ആദ്യം നമുക്ക് അതിനാവശ്യമുള്ള ബ്രെഡ് പോക്കറ്റ്സ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 8 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ 2 ബ്രെഡ് വീതം ഇങ്ങനെ വെച്ചിട്ട് നല്ല റൗണ്ടിൽ കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് ചെയ്യുമ്പോഴാണ് പലർക്കും കൺഫ്യൂഷൻ കറക്റ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു ബോട്ടിലിൻ്റെ അടപ്പാണ്. ഇത് നമ്മുടെ ന്യൂട്ടലല്ലേ, അതിൻ്റെ ഒരു അടപ്പ്. ഏതെങ്കിലും ഒരു ബോട്ടിലിൻ്റെ നമുക്ക് ആവശ്യമുള്ള സൈസിൽ കിട്ടുന്ന ഒരു അടപ്പ് എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് തിരിച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സൈഡിലുള്ള ഭാഗമൊക്കെ നമ്മുടെ മറ്റേ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കീറിയെടുത്താൽ മതി. പിന്നെ പലർക്കും ഉണ്ടൊരു കൺഫ്യൂഷൻ, ചിലപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ രണ്ടും കൂടെ ഒട്ടിപ്പിടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് പിന്നെ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കിട്ടുക. ഇതിന്ന് രണ്ടും കൂടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിട്ടും. ഇനി നമുക്ക് എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിതെല്ലാം കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ബ്രെഡിൻ്റെ ഈ സൈഡ് ഭാഗം നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാനിതാ എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ടോട്ടൽ 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. 8 ബ്രെഡ് വെച്ചിട്ട് 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഇതുപോലെ മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. ആദ്യം ഓരോന്നിനെ എടുത്തിട്ട് മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഈ മുട്ടയിൽ മുക്കിയിട്ട് എടുക്കുന്ന സമയത്ത് അത് കുറച്ച് വിട്ടു പോരുന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അത് കുഴപ്പമില്ല. നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ അതിനെ നന്നായിട്ട് കവർ ചെയ്ത ശേഷം സൈഡ് ഒന്നിങ്ങനെ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും, ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്തും ഒട്ടി പിടിച്ച് കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ ഇപ്പോൾ ഈ സമയത്ത് ഈ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ചെയ്യുന്ന സമയത്ത് ഒന്നിങ്ങനെ കൈകൊണ്ട് പതുക്കെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ഇനി നമുക്കിതിനെ എല്ലാം ഇതേപോലെ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ ഈ 4 എണ്ണത്തിനെ ഇങ്ങനെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് വേണ്ടോ നമ്മളിതിനെ ഇട്ട് കൊടുക്കാൻ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി കിട്ടും. കാരണം ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തല്ലേ, പിന്നെ ബ്രെഡും എല്ലാം വേവാനൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ പതുക്കെ ഇങ്ങനെ തിരിച്ചിട്ടിട്ട് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് എല്ലാത്തിനെയും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ടോട്ടൽ 4 എണ്ണം കേട്ടോ നമുക്ക് ഫ്രൈ ചെയ്യാനുണ്ടാവുക. ഇതിൽ നിന്ന് നമുക്ക് 8 പോക്കറ്റ്സാണ് കിട്ടുക. ഇതെല്ലാം ഫ്രൈ ചെയ്ത ശേഷം നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ കുറച്ച് കുക്കുംബർ, അതും ചെറുതായിട്ട് കട്ട് ചെയ്താണ്. പിന്നെ ഞാൻ എടുക്കുന്നത് നമ്മുടെ ക്യാരറ്റാണ്, ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നാരങ്ങാ നീരും പിന്നെ ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അതിൽ പെട്ടെന്ന് ഉപ്പ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഞാനിവിടെ ചിക്കൻ ചെറുതായിട്ട് പിച്ചി വെച്ചതും, ഈ ചിക്കന് ഞാൻ ആദ്യം വേവിച്ചെടുത്തതാണ്. ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ചിക്കനാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ബാക്കിയുണ്ടെങ്കിൽ അതും ചേർക്കാം, അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൽ ചേർക്കേണ്ട സാധനങ്ങളുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം കേട്ടോ. അങ്ങനെ കറക്റ്റായിട്ടൊരു അളവൊന്നുമില്ല. ഒരു ഷവർമേൻ്റെ ടേസ്റ്റിൻ്റെ ഫില്ലിങ് റെഡിയാക്കാന്നേ ഉള്ളൂ. ഇനി ഞാനതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ഒരിക്കലും നിർബന്ധമില്ല കേട്ടോ, നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. ആ ഷവർമയുടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മെയിൻ സാധനം ചേർത്ത് കൊടുക്കാം, നമ്മുടെ മയണൈസ് അല്ലെങ്കിൽ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ലിങ്ക് ഇപ്പോൾ മുകളിൽ വരുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. 2 മിനിറ്റിൽ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതോടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു മയണൈസിൻ്റെ അളവും നമുക്ക് എത്രത്തോളം എന്ന് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് തീരുമാനിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ്. ഇനി അതല്ല, നമുക്ക് സമൂസേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നിറക്കില്ലേ, അതേപോലത്തെ ഫില്ലിങ് നിറച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതിനേക്കാളും ഒന്നുകൂടി ടേസ്റ്റ് ഈ ഫില്ലിങ് വെക്കുമ്പോഴാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് പോക്കറ്റ്സിന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഞാനിപ്പോൾ കത്രിക യൂസ് ചെയ്തിട്ടാണ്, കത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നല്ല റൗണ്ട് ഷേപ്പിലായില്ലേ. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിതിങ്ങനെ വിടർത്തി നോക്കുമ്പോൾ കണ്ടോ, ശരിക്കും നല്ലൊരു അടിപൊളി പോക്കറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഞാൻ പറഞ്ഞാൽ ഇതിന് നമുക്ക് 8 എണ്ണം ഉണ്ടാക്കാനുള്ളത് ഉണ്ട്. നമ്മൾ 8 ബ്രെഡാണല്ലോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിനെല്ലാം ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് കണ്ടോ, ഒട്ടും വിട്ടുപോരൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കുറേ നേരത്തെ തന്നെ നമ്മളിത് ഫില്ല് ചെയ്ത് വെക്കരുത് കേട്ടോ. ഇപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ബാങ്ക് കൊടുക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മാത്രം നമ്മളിത് ചെയ്യാം. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ മിക്സിൽ നമ്മൾ മയണൈസും അതേപോലെ തന്നെ നാരങ്ങാനീരൊക്കെ ചേർത്തിട്ടില്ലേ, അപ്പോൾ അത് ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ആ വെള്ളം അതിൽ പിടിച്ചിട്ട് ഭയങ്കര ഒരു സോഫ്റ്റ് ആയി പോകും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നതിന് കുറച്ച് സമയം മുമ്പ് മാത്രം ഇത് ഫില്ല് ചെയ്തിട്ട് വെക്കുക. ഇതെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സമയം മുമ്പ് പെട്ടെന്ന് ഇത് ഫില്ല് ചെയ്തിട്ടങ്ങ് കൊണ്ടുപോയി വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇത് ടേസ്റ്റ് പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിനെല്ലാം നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കണം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.